ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോമിയോട്ടിക് ജീൻസ് ഇൻ പ്ലാന്റ്സ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് താമസിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ MG യൂണിവേഴ്സിറ്റി MSc ബോട്ടണിയിൽ വരുന്ന ടോപ്പിക്കാണ് ഹോമിയോട്ടിക് ജീൻസ് ഇൻ പ്ലാന്റ്സ്. അപ്പം നമ്മളിതിൽ എ ബി സി മോഡൽ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദിസ് മോഡൽ എക്സ്പ്ലെയിൻസ് ഹൗ ദി മെരിസ്റ്റം ഡെവലപ്സ് ഇൻ ടു ഫ്ലോറൽ മെരിസ്റ്റം ആൻഡ് ഫൈനലി ഇൻ ടു ഫ്ലവർ. അപ്പം ഈ ഒരു മോഡൽ വന്നിട്ട് നമ്മൾ എന്തിനാണ് സ്റ്റഡി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുവഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഒരു മെരിസ്റ്റം ഡെവലപ്പ് ചെയ്ത് ഫ്ലോറൽ മെരിസ്റ്റം ആകും, പിന്നെ അത് ഫൈനലി ഒരു ഫ്ലവർ ആയിട്ട് മാറും. അതായത് ആദ്യം ഒരു മെരിസ്റ്റം ആയിരിക്കും ഉണ്ടായിരിക്കുക, പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് ഫ്ലോറൽ മെരിസ്റ്റം ആകുന്നു, ഫൈനലി അത് ഡെവലപ്പ് ചെയ്തൊരു ഫ്ലവർ ആകുന്നു. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തൊരു മോഡലാണ് ABC മോഡൽ എന്നുള്ളത്. ABC ആർ ക്ലാസ് ഓഫ് ഹോമിയോട്ടിക് ജീൻസ് വിച്ച് ഇൻട്രാക്ട് വിത്ത് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്ലവേഴ്സ്. അപ്പം ഈ ഒരു ABC എന്ന് പറയുന്നത് ഈ ഹോമിയോട്ടിക് ജീൻസ് ആണ്, അതായത് ഓരോ ജീൻസ് ആണ്. അപ്പം ഈ ജീൻസിൻ്റെ ഇൻട്രാക്ഷൻ വഴിയാണ് വന്നിട്ട് ആ ഒരു എൻ്റയർ ഫ്ലവർ വന്നിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു വേയിൽ. ഹോമിയോട്ടിക് ജീൻസ് ആർ ദ ജീൻസ് വിച്ച് ഗ്രോ ഓൺ ദി ഡെവലപ്മെൻറ്റ് ഓഫ് അനാട്ടമിക്കൽ സ്ട്രക്ചേഴ്സ് ഇൻ പ്ലാന്റ്സ്. അപ്പോൾ ഈ ഒരു ഹോമിയോട്ടിക് ജീൻസിൻ്റെ ഹെൽപ്പോടെയാണ് വന്നിട്ട് നമ്മുടെ പ്ലാന്റിൽ അല്ലെങ്കിൽ ആ ഒരു ഫ്ലവറിൽ അതിൻ്റെ ആ ഒരു അനാട്ടമിക്കൽ സ്ട്രക്ചേഴ്സ് ഒക്കെ ഓരോന്നും ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഈ ഒരു ജീൻസിൻ്റെ ഹെൽപ്പോടെ ആയിരിക്കും. അപ്പം നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ആണ് മെരിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 ടൈപ്പ് ഉണ്ട്. എപ്പിക്കൽ ഉണ്ട്, ലാറ്ററൽ ഉണ്ട്, ഇന്റർകാലറി ഉണ്ട്. ദെൻ എപ്പിക്കൽ മെരിസ്റ്റം നമുക്ക് 2ആയി തിരിക്കാം. ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ആൻഡ് റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം. അതാണ് SAM RAM എഴുതിയിരിക്കുന്നത്. SAM എന്ന് വെച്ചാൽ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം, ദെൻ RAM എന്ന് പറഞ്ഞാൽ റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം. അതിൽ ഈ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൽ നിന്നാണ് നമ്മുടെ ഫ്ലോറൽ മെരിസ്റ്റം വന്നിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഇത്രയപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മെരിസ്റ്റം എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട്. എപ്പിക്കൽ, ലാറ്ററൽ, ഇന്റർകാലറി. ദെൻ എപ്പിക്കൽ മെരിസ്റ്റം തന്നെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റമും റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റവും. അതിൽ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൽ നിന്നാണ് നമ്മുടെ ഫ്ലോറൽ മെരിസ്റ്റം വന്നിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം. ഈ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൽ നമ്മുടെ ഹോമിയോട്ടിക് ജീൻസിൻ്റെ ഹെൽപ്പോടെയാണ് ഈ ഒരു ഫ്ലോറൽ മെരിസ്റ്റം ആകുമെന്ന് പറഞ്ഞല്ലോ. ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം അതായത് ഈ ഒരു ഹോമിയോട്ടിക് ജീൻസിൻ്റെ ഹെൽപ്പോടെയാണ് ഈ ഒരു ഫ്ലോറൽ മെരിസ്റ്റം വന്നിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഫ്ലവറിൻ്റെ പാർട്സ് ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ ഫ്ലവറിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്നുള്ളത് അറിയാമല്ലോ. ഫ്ലവറിന് വന്നിട്ട് സെപ്പലുണ്ട്, പെറ്റലുണ്ട്, സ്റ്റേമനുണ്ട്, അതുപോലെ തന്നെ പിസ്റ്റൽ പോർഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഓവ്യൂൾ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ സ്റ്റേമൻ്റെ തന്നെ 2 പോർഷൻ, ഫിലമെൻറ്റും ആന്തറും കാണാൻ സാധിക്കും. പിസ്റ്റൽ വന്നിട്ട് 3 പോർഷൻസ് ഉണ്ട്, ഓവറി ഉണ്ട്, സ്റ്റൈലുണ്ട്, സ്റ്റിഗ്മയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ഈ ഒരു അനാട്ടമിക്കൽ സ്ട്രക്ചേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു ഹോമിയോട്ടിക് ജീൻസിൻ്റെ ഹെൽപ്പോടെ ആയിരിക്കും. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റാണ് കാണിച്ചിരിക്കുന്നത്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിൽ വന്നിട്ട് നമുക്ക് സെപ്പൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സെപ്പൽസിനോട് ഉള്ളിലേക്കായിട്ട് നമ്മുടെ പെറ്റൽസ്, ദെൻ അതിൻ്റെ ഉള്ളിൽ സ്റ്റേമൻ, ഏറ്റവും സെൻറ്ററിൽ വന്നിട്ട് നമുക്ക് കാർപ്പൽസ് ആയിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്. ദെൻ നമ്മൾ ഹോമിയോട്ടിക് ജീൻസിൽ നോക്കുമ്പോൾ നമ്മൾ ABC മോഡൽ വെച്ച് പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ABC ഇവിടെ കാണാൻ സാധിക്കും. അതിൽ A എന്ന് പറയുന്ന ആ ഒരു ജീനിൻ്റെ അകത്ത് വന്നേക്കുന്ന ആ ഒരു A എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വന്നിട്ട് നമ്മുടെ AP1, AP2 എന്ന് പറഞ്ഞിട്ടുള്ള ജീൻസ് ഉള്ളത്. അതുപോലെ തന്നെ ആ ജീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ സെപ്പൽസും പെറ്റൽസും. അതായത് ആ ഒരു നമ്മളിപ്പോൾ ABC മോഡൽ എന്ന് വെച്ചിട്ടാണ് പഠിക്കുന്നത്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം A എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ജീൻസ് എന്ന് പറയുന്നത് AP1ഉം AP2ഉം ആണ്. Bയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് AP3ഉം PIയും ആണ്. ദെൻ Cയിൽ വന്നിട്ട് AG. ഇതൊക്കെയാണ് ജീൻസ്. ദെൻ ഈ ഒരു Aയുടെ ഹെൽപ്പോടെ ഫോം ചെയ്യുന്നതാണ് സെപ്പൽസും പെറ്റൽസും. ദെൻ Bയുടെ ഹെൽപ്പോടെ ഫോം ചെയ്യുന്നതാണ് പെറ്റൽസും സ്റ്റേമൻസും. ദെൻ Cയുടെ ഹെൽപ്പോടെ നമ്മുടെ സ്റ്റേമൻസും കാർപ്പിൾസും ഫോം ചെയ്യുന്നു. ഇതെല്ലാം ഒറ്റയ്ക്കല്ല, ഇത് ഒരു ടുഗദർ. നിങ്ങൾക്ക് മുമ്പോട്ടുള്ള സ്ലൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആകും. അപ്പം ഇതിൽ പിക്ചറിൽ ചെറിയൊരു തിരുത്ത് വന്നിട്ടുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിൽ വന്നിട്ട് A എന്ന സിമ്പിൾ കാണിച്ചിട്ടുണ്ട്. അതായത്
അവിടുത്തെ ആ ഒരു സെപ്പിൾസ് ഫോം ചെയ്യുന്നത് ഈ എ എന്ന് പറഞ്ഞിട്ടുള്ള ജീൻ മാത്രം, ആ ഒരു ഒറ്റ ജീൻ തന്നെ ഫോം ചെയ്യുന്നതാണ് സെപ്പിൾസ്. ദെൻ താഴേക്ക് വരുമ്പോഴത്തേക്കും A+B വരും കേട്ടോ, ബി താഴോട്ട് മാറിക്കിടക്കുക. അപ്പം A+B എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ അത് വന്നിട്ട് ഫോം ചെയ്യുന്നത്, അതായത് കളർ വൈസ് നിങ്ങൾക്ക് മനസ്സിലാകും. ബി എന്ന് പറയുന്നത് ഞാനിവിടെ പിങ്ക് കളറിലാണ് കൊടുത്തേക്കുന്നത്. അതായത് സെപ്പലും എയും ബിയും കൂടി ചേർന്നാൽ അവിടെ സെപ്പലും പെറ്റലും ഫോം ചെയ്യും. ഓക്കെ, സെപ്പലും പെറ്റലും ഫോം ചെയ്യും. ദെൻ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും B+C ആണ്. B+C വന്നിട്ട് നിങ്ങൾക്ക് കളറിൽ വന്നിട്ട് കാണാൻ സാധിക്കും. പെറ്റലും പിന്നെ അതുപോലെ തന്നെ പെറ്റലും സ്റ്റേമനും ആയിരിക്കും വരിക. ദെൻ ഏറ്റവും ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും കാർപ്പിൾസ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പുറത്തെ പിക്ചറിൽ കാണിച്ചു തരാം, ഇതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. അതായത് ഇവിടെ നമ്മൾ ഈ താഴെ കാണിച്ചേക്കുന്ന 3 അല്ലെങ്കിൽ ഫസ്റ്റ് പിക്ചറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ 3 ജീൻസ് കാണാൻ സാധിക്കും, A, B, C. അങ്ങനെ 3 ജീൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ എയുടെ ഏറ്റവും അറ്റത്തുനിന്ന് മുകളിലേക്ക് ആരോ കൊടുത്തിരിക്കുന്ന കാണുമല്ലോ, അതായത് എ തന്നെ ഫോം ചെയ്തതാണ് സെപ്പൽ. ദെൻ എയും ബിയും കൂടി കമ്പൈൻ ചെയ്തതാണ് നടുക്ക് വന്നിട്ട് വന്നിരിക്കുന്നത്. എയും ബിയും കൂടി കോമ്പിനേഷൻ, ആ 2 ജീൻസിൻ്റെ കോമ്പിനേഷൻ വരുമ്പോഴാണ് നമുക്ക് പെറ്റൽസ് ഫോം ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതായത് എ എന്ന ജീൻ തന്നെ സെപ്പൽ ഫോം ചെയ്യുന്നു. ദെൻ A+B വന്നിട്ട് പെറ്റൽ ഫോം ചെയ്യും. ദെൻ ഇപ്പുറത്ത് നോക്കുമ്പോൾ B+C വന്നിട്ടാണ് നമ്മുടെ സ്റ്റേമൻ ഫോം ചെയ്യുന്നത്. സി തന്നെ കാർപ്പൽ ഫോം ചെയ്യുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ? ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് എ എന്ന ജീൻ തന്നെ സെപ്പൽ ഫോം ചെയ്യുന്നു. ദെൻ A+B, എയുടെയും ബിയുടെയും സൈഡിൽ നിന്ന് ആരോ മുകളിലേക്ക് പോയേക്കുന്നത്, അപ്പോൾ അത് പെറ്റൽസ് ഫോം ചെയ്തു. ദെൻ നെക്സ്റ്റ് ആരോ പോയേക്കുന്നത് ബിയുടെയും സിയുടെയും ഒന്നിച്ചുള്ള ഏരിയയിൽ നിന്ന്, അപ്പോൾ അത് സ്റ്റേമൻസ് ഫോം ചെയ്തു. അതായത് B+C ആണ് സ്റ്റേമൻ ഫോർമേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ സിയുടെ ഏറ്റവും അറ്റത്തുനിന്ന് മാത്രം ഒരു ആരോ പോയേക്കും, അത് ബിയിൽ ടച്ച് ചെയ്തിട്ടില്ല, അപ്പോൾ സി തന്നെയാണ് കാർപ്പൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വന്നിട്ട് അവിടെ നടക്കുന്നത്. അപ്പം ഇവിടെ എഴുതിയിരിക്കുന്നത് A and C മ്യൂച്വലി ആൻറ്റഗോണിസ്റ്റിക്, B class ഡസ് നോട്ട് എക്സ്പ്രസ് ഇൻഡിവിജ്വലി. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ബി വന്നിട്ട് ഇൻഡിവിജ്വലി എക്സ്പ്രസ് ചെയ്യത്തില്ല, എപ്പോഴും ഏതെങ്കിലും ഒരു ജീനുമായിട്ട് കമ്പൈൻ ചെയ്ത് മാത്രമേ എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ. അതാണ് ഒന്നല്ലെങ്കിൽ B+C ആവാം, B+C ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റേമൻ ആവുന്നു, ഇല്ലെങ്കിൽ A+B ആവാം. A+B എന്ന് പറയുന്നത് പെറ്റൽ ഫോം ചെയ്യുന്നു. അപ്പം ബി ഒരിക്കലും എക്സ്പ്രസ് ചെയ്യത്തില്ല, ഒറ്റയ്ക്ക് എക്സ്പ്രസ് ചെയ്യത്തില്ല. ഇൻ കോമ്പിനേഷൻ വിത്ത് എനി 2 അതർ ജീൻസ്, അതായത് എ ആയിട്ടോ സി ആയിട്ടോ കമ്പൈൻ ചെയ്ത് മാത്രമേ ബി എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ, അത് ഓർത്തിരിക്കുക. അപ്പം ഇവിടെ 3 കണ്ടീഷൻസ് തന്നേക്കുന്നത്. അതായത് എ മ്യൂട്ടേറ്റഡ് ആയിരിക്കുന്ന കണ്ടീഷനാണ് ഫസ്റ്റ്. അപ്പോൾ അവിടെ ഏതൊക്കെ ഉണ്ടായിരിക്കുക? ബിയും സിയും ഉണ്ടാവത്തുള്ളൂ, അതാണ് അവിടെ വരച്ചു വെച്ചേക്കുന്നത്. അപ്പം സിയിൽ നിന്ന് ഫോം ചെയ്യുക എന്തായിരിക്കും? സ്റ്റേമൻ ഫോം ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിയും ബിയും കൂടി കോമ്പിനേഷൻ വരുമ്പോഴത്തേക്കും നമ്മുടെ സി തന്നെ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മുടെ കാർപ്പൽ. ദെൻ സിയും ബിയും കൂടി വരുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റേമൻ, അത് തന്നെ അവിടെ രണ്ടാമതും കാണിച്ചിരിക്കുന്നത്. സിയും ബിയും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ സ്റ്റേമൻ. ദെൻ സി തന്നെയാണെന്നുണ്ടെങ്കിൽ അത് കാർപ്പൽ ഫോം ചെയ്യും. കളറിൽ വ്യത്യാസം വന്നിട്ടുണ്ടല്ലേ? ഓക്കെ. ദെൻ രണ്ടാമത്തെ കേസിൽ ബി മ്യൂട്ടേറ്റഡ് ആണ്, അപ്പോൾ അവിടെ എയും സിയും ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. എ തന്നെ ഫോം ചെയ്യുന്നത് നമ്മുടെ സെപ്പലാണ്. ദെൻ സി തന്നെ ഫോം ചെയ്യുന്നത് വന്നിട്ട് നമ്മുടെ കാർപ്പലാണ്. ദെൻ സി മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ നമ്മുടെ എ ആണ് വന്നിട്ട് എയും ബിയും ആണുള്ളത് ജീൻസ് ആയിട്ട്. അപ്പോൾ അതിൽ എ തന്നെ ഫോം ചെയ്യുന്നത് സെപ്പലായിരിക്കും, എയും ബിയും കോമ്പിനേഷൻ വരുമ്പോൾ ഫോം ചെയ്യുന്നത് നമ്മുടെ പെറ്റലായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ട്, അതായത് ഓരോ ജീൻസ് കമ്പൈൻ ചെയ്തും തന്നെയും ഒക്കെയാണ് വന്നിട്ട് ഈ പറഞ്ഞ ഫ്ലവറിൻ്റെ ആ ഒരു അനാട്ടമിക്കൽ സ്ട്രക്ചർ വന്നിട്ട് ഫോം ചെയ്യുന്നത്. ഇത് സിമ്പിളാണ്, ഇങ്ങനെ വരച്ച് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാര്യം മനസ്സിലാകും. എസ്സേ ടോപ്പിക്കൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, ഷോർട്ട് എസ്സേ ഒക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് വരച്ചൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ മാർക്കും ഈസി ആയിട്ട് നിങ്ങൾക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് വന്നിട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടൊന്ന് മെൻഷൻ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടൊന്ന് മെൻഷൻ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.